അതുകൊണ്ട് ദുആക്ക് ഇജാബത്തുള്ള 10 ആളുകളിൽ ആദ്യത്തെ 2 ഒന്ന് ആലിമും ഒന്ന് മുതഅല്ലിമുമാണ്. മൂന്നാമത്തേത് സൽ സ്വഭാവിയാണ്. നാലാമത്തേത് യതീമാണ്. ഇങ്ങനെ ദുആക്ക് ഇജാബത്തുള്ള 10 ആൾക്കാർ. അഞ്ചാമത്തേത് സൽ സ്വഭാവി. ഒന്നാമത്തേത് ദുആഉ അശിരിൽ ലം യുറദ്ദ റബ്ബുന വഉദ്ദൗലാ അലിമൻ ഫീ ദീനിന. ഒന്ന് ആലിമ്. വഉദ്ദഖില്ലി റാബിയൻ നൈതാമ ഖാമിസുഹൽ മാരിദുകും മുഹ്തമിമ. 2 മുതഅല്ലിമാണ്. മൂന്നാമത്തേത് സൽ സ്വഭാവിയാണ്. നാലാമത്തേത് യതീമാണ്. അഞ്ചാമത്തേത് രോഗിയാണ്. രോഗികളുടെ ദുആക്ക് പ്രത്യേകമായി ഇജാബത്ത് ഉണ്ടാവുന്നതാണ്. ആറാമത്തേത് യുദ്ധത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവനാകുന്നു. ഏഴാമത്തേത് മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്യുന്നവനാണ്. എട്ടാമത്തേത് നിസ്കാരത്തിൻ്റെ ശേഷം ദുആ ചെയ്യുന്നവനും. ഒമ്പതാമത്തേത് ഖുർആൻ പാരായണം കഴിഞ്ഞ് ദുആ ചെയ്യുന്നവനും. പത്താമത്തേത് ദുആഇൻ്റെ മുമ്പ് സ്വതക്കയെ മുന്തിക്കുന്നവനുമാകുന്നു. അപ്പോൾ 1ഉം 2ഉം ആലിമും മുതഅല്ലിമുമാണ് എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇൽമിൻ്റെ അഹ്ലുകാർക്ക് വലിയ ഫളായിലുകളുണ്ട്. ആ ഫളായിലുകളെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുകയും ദർസിനോട് നല്ല സമീപനം ഉണ്ടാവുകയും വേണം. ഏത് കാലം നമ്മൾ പരിശോധിച്ചാലും ദീനുൽ ഇസ്ലാമിന് ശക്തി പകർന്നിട്ടുള്ളത് ദർസിൻ്റെ സന്തതികളാണെന്ന് കാണാം. ഇസ്ലാമിന് വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് അതിനെ പ്രതിരോധിച്ചവർ, ബുദ്ധിപരമായി അതിനെ നേരിട്ടവർ, സംവാദങ്ങൾ നടത്തിയവർ, ഭൗതികന്മാർക്കിടയിൽ ഇസ്ലാമിനെ മഹത്വമായി അവതരിപ്പിക്കുന്ന ആളുകൾ ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒക്കെ ദർസിൻ്റെ സന്തതികളായിരിക്കും. കാരണം ദർസിൽ നിന്ന് ലഭിക്കുന്ന ഒരു പരിശീലനവും ഒരു ഇസ്സത്തുമൊക്കെയുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഏതൊരു മനുഷ്യനും അവൻ്റെ സിയ്യ് വളരെ പ്രധാനമാണ്. ആലിമിൻ്റെ സിയ്യ് അംഗീകരിക്കപ്പെടാവുന്ന സിയ്യാണ്. നമ്മളെ തട്ടാങ്ങര കുട്ടിയമൂലര് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. ആ പൊന്നാനി പുത്തമ്പള്ളി ഭാഗത്താണ് മഹാനവറുകളുടെ പ്രദേശം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻകാല നേതാക്കളിൽ ഒരാൾ കൂടിയാണ് തട്ടാങ്ങര കുട്ടിയമൂലര്. കുട്ടിയമൂലര് ഇങ്ങനെ ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഒന്ന് മൂത്രയിച്ചോളുണ്ടാക്കണം തോന്നി. അപ്പം ഇങ്ങനെ വലിയൊരു കുളം കണ്ടു. നായന്മാരൊരു കുളമായിരുന്നു അത്. അതിലേക്ക് അവർ മാത്രമാണ് ഇറങ്ങുക. പക്ഷേ കുട്ടിയമൂലർക്ക് അതറിയില്ല. അതിൻ്റെ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ പോയിട്ട് പൊന്തേ പോയിട്ട് മൂത്രമൊഴിച്ചു. മനേരം പിടിച്ചിട്ട് കുളത്തിലിറങ്ങിയിട്ട് മനരിച്ചിട്ട് വെള്ളം ഇങ്ങനെ ഇളകണ ശബ്ദം കേട്ടപ്പോൾ മനക്കൽ നിന്ന് കാര്യസ്ഥനോട് പറഞ്ഞു, ആരോ നമ്മുടെ കുളം അശുദ്ധമാക്കിയിട്ടുണ്ട്, അയാൾ കരക്ക് കയറിയാൽ ഒന്നിവിടെ വരാൻ പറയെന്ന് പറഞ്ഞു. അപ്പോൾ കാര്യസ്ഥ അങ്ങനെ ചെന്ന് കാത്തുന്നു. കുട്ടിയമൂലര് മലമൂത്ര വിസർജനം നടത്തി മനോരം ചെയ്ത് ഒതുണ്ടാക്കിയിട്ട് അവിടെയുള്ള ഒരു കല്ലും അങ്ങനെ തലയെക്കെട്ട് വെച്ചിരുന്നു. ആ തലയെക്കെട്ടെടുത്തുങ്ങാണ്ട് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് കുളത്തുനിന്ന് ഇങ്ങനെയാണ് കാരിയറിന് കണ്ടപ്പോൾ കാര്യസ്ഥനോട് മനക്കലെ നായർ പറഞ്ഞുത്തരേ, അവിടുന്നാണോ? അവിടുന്നാണെങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു എന്നാണ്. ആ തലയെക്കെട്ട് ഇങ്ങനെയാണ് കണ്ടപ്പോൾ പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല എന്നാണ്. വേഷത്തിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ദർസിന്ന് മാത്രമേ പടിയുള്ളൂ എന്നുള്ളതാണ് ആലിമീങ്ങളുടെ ദേശം. ഇൽമ് കുറേ ഉണ്ടായതുകൊണ്ട് ആലിമീങ്ങളുടെ കോലവും ചേലും വരുമൊന്നുമില്ല. ആലിമീങ്ങളുടെ കോലവും ചേലും ഒക്കെ വരണമെങ്കിൽ ദർസിൻ്റെ സന്തതികൾ തന്നെയാവണം. ലോകാടിസ്ഥാനത്തിൽ തന്നെ പരിശോധിച്ചാലും ഇസ്ലാം ദീന് തനതായ രൂപത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്സത്തോടുകൂടെ നിലനിൽക്കുന്ന നാട് കേരളമാണെന്ന് പറയും. കേരളത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇസ്സത്തോടുകൂടെ നിലനിൽക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ദർസിൽ നിന്ന് വന്നിട്ടുള്ള ഉൽപ്പന്നങ്ങളാകുന്നു എന്ന് കാണാം. അതുകൊണ്ട് ദർസിന് ഖിദ്മത്തെടുക്കാൻ കിട്ടുന്ന അവസരത്തെ മഹല്ലത്തുകാരും നാട്ടുകാരൊക്കെ വലിയ വിഷയങ്ങളായി കാണണം, വലിയ സംഭവങ്ങളായിട്ട് കാണണം. ദർസൊരു ബറക്കത്ത് കൂടിയാണ്. നാട്ടിലും
ആ നാട്ടുകാർക്കുമൊക്കെ ഒരു ബറക്കത്താണ് ദർസ്. റജബ് മാസം ബറക്കത്തിൻ്റെ മാസം കൂടിയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസമായാൽ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ അല്ലാഹുവേ ബാരിക് ലനാ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. ഫീ റജബിൻ വ ശഅബാൻ റജബിലും ശഅബാനിലും. വബല്ലിഗ്നാ ഞങ്ങളെ നീ എത്തിക്കണമേ റമളാൻ റമളാനിലേക്ക് എത്തിക്കണമേ. ലോകത്തെ എല്ലാ വസ്തുക്കളും ബറക്കത്തുള്ളതും ബറക്കത്തില്ലാത്തതും ഉണ്ട് എന്നാണ്. ബറക്കത്തുള്ള സാധനങ്ങളുണ്ട്, ബറക്കത്തില്ലാത്ത സാധനമുണ്ട്. അപ്പം ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ബറക്കത്തുള്ള ഗ്ലാസ് ഉണ്ടാവും, ബറക്കത്തില്ലാത്ത ഗ്ലാസ്സും ഉണ്ടാവും. ബറക്കത്തുള്ള ടീപ്പോയി ഉണ്ടാവും, ബറക്കത്തില്ലാത്ത ടീപ്പോയി ഉണ്ടാവും. അങ്ങനെയാണ്. ചില സാധനങ്ങളിൽ പ്രത്യേകം ബറക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മഷിയിൽ ബറക്കത്തുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. മഷിയിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എഴുതാനുള്ള ആളാണെങ്കിലും എഴുതാനില്ലാത്ത ആളാണെങ്കിലും കീശയിൽ ഒരു പേന വെക്കണത്. മഷിയിൽ ബറക്കത്തുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബറക്കത്തിൻ്റെ എല്ലാ ചെറിയ കാര്യങ്ങളെയും നമ്മൾ നോക്കണം. ലോക ചരിത്രം പരിശോധിച്ചാൽ ആയുസ്സിൽ ബറക്കത്തുണ്ടായ ഒരാളായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയാണ്. സൽമാനുൽ ഫാരിസി ഒരു ദർസിൻ്റെ സന്തതിയാണ്. മക്കളിൽ ഏറ്റവും കൂടുതൽ ബറക്കത്തുണ്ടായ ആളായി ചരിത്രം പരിചയപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ സയ്യിദുനാ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു മറ്റൊരു ദർസിൻ്റെ സന്തതിയാണ്. സമ്പത്തിൽ ഏറ്റവും കൂടുതൽ ബറക്കത്തുള്ള ആളായിട്ട് ചരിത്രം പരിചയപ്പെടുത്തിയത് സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും ദർസിൻ്റെ സന്തതിയാണ്. മക്കളിൽ ആയുസ്സിൽ ഏറ്റവും ബറക്കത്തുണ്ടായ ആൾ സൽമാനുൽ ഫാരിസി. കഴിഞ്ഞ പ്രാവശ്യം മദീനയിൽ ചെന്നപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഒരു ഈത്തപ്പനത്തോട്ടം കാണാൻ അവസരമുണ്ടായി. ഹദീഖത്തു സയ്യിദനാ സൽമാനുൽ ഫാരിസി. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടം എന്നറിയപ്പെടുന്ന ഒരു ഈത്തപ്പനത്തോട്ടം മദീനയിലുണ്ട്. ആ തോട്ടത്തിൻ്റെ അടുക്കൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്ന വീടിൻ്റെ അവശിഷ്ടങ്ങളും മഹാനവറുകൾ നിസ്കരിച്ചിരുന്ന പള്ളിയുടെ അവശിഷ്ടങ്ങളുമുണ്ട്. മദീന പഴയതുപോലെയല്ല, മദീനയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടൊന്നും അങ്ങനത്തെ സംഗതികളൊന്നും കാണാനോ വൈക്ക് പോകാനോ ഒന്നും സമ്മതിച്ചിരുന്നില്ല. ഇപ്പം അതൊക്കെ പ്രത്യേകമായി അലങ്കരിച്ച് ഉഷാറാക്കി പോണ വഴി വരെ നല്ല കട്ട വിരിച്ച് ഉഷാറാക്കി വെച്ചിട്ടുണ്ട്, വേണ്ടവർക്ക് പോയി കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇങ്ങനെ പൈൻ്റൊക്കെ അടിച്ച് മതിലൊക്കെ കെട്ടി കമ്പി വെയിൽ കെട്ടി വളച്ച് കെട്ടി ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടും മഹാനവറുകൾ നിസ്കരിച്ചിരുന്ന പള്ളിയും അതിൻ്റെ അടുത്ത് തന്നെ സൽമാനുൽ ഫാരിസിയുടെ പേരിലുള്ള ഒരു തോട്ടവുമുണ്ട്. കൂടെ ഉണ്ടായിരുന്ന അസ്ലമിനോട് ഞാൻ ചോദിച്ചു, അസ്ലമേ, സൽമാനുൽ ഫാരിസിയുടെ തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ എന്താണ്? അസ്ലം പറഞ്ഞു, അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. പേർഷ്യക്കാരനാണ് സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. പ്രഭു കുടുംബമാണ്, രാജകുടുംബാംഗമാണ്, പ്രധാനമന്ത്രിയുടെ മകനാണ്, വാപ്പ കർഷകനാണ്. ഒരു ദിവസം വാപ്പാൻ്റെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ വേണ്ടി സൽമാൻ റളിയല്ലാഹു അൻഹു പോകുന്ന സമയത്ത് തുണി കൊണ്ട് നിർമ്മിച്ച ചെറിയ ഒരു കൂടാരത്തിൽ തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്ന് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ചില പണ്ഡിതന്മാരെ കണ്ടു. പേർഷ്യക്കാർ എന്ന് പറയുന്നത് അഗ്നി ആരാധകരാണ്. നമ്മൾ മദ്രസയെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം കെട്ടുപോയി, സാവാ തടാകം വറ്റി വരണ്ടു, ഭൂമുഖത്തുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ തലകുത്തി വീണു,
പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം കെട്ടുപോയി. പേർഷ്യക്കാർ തീ ആരാധകരാണ്. എന്നാൽ സൽമാൻ തീ ആരാധനയിൽ താല്പര്യമില്ലാത്ത ആളായിരുന്നു. വാപ്പാൻ്റെ കൃഷിസ്ഥലം കാണാൻ വേണ്ടി പോയി മടങ്ങി വരുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് വിജനമായ ഒരു പ്രദേശത്ത്, കാടിനോട് ചേർന്ന ഒരു സ്ഥലത്ത്, ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അക്കാലത്തെ മുസ്ലിങ്ങൾ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ, ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ ഏതാനും പുരോഹിതന്മാരെ കണ്ടു. അല്പസമയം അവരുടെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിച്ചു. അതിൽ വല്ലാതെ ആകർഷണം തോന്നിയ സൽമാൻ മറ്റൊരിക്കൽ രണ്ടാമത് വാപ്പാൻ്റെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ പോയപ്പോൾ രാജാവിൻ്റെ മകനായ രാജകുമാരനെയും കൊണ്ടുപോയി. അവർ കൃഷിസ്ഥലത്തേക്ക് പോകാതെ നേരിട്ട് ഇവരുടെ കൂടാരത്തിൽ പോയി. അവിടെ അങ്ങനെ ഇരുന്ന് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും ആരാധനാരീതികളും കണ്ട് അതിലാസ്വദിച്ച് ഇങ്ങനെ മയങ്ങിരുന്ന് നേരം പോയതറിഞ്ഞില്ല. ഇരുട്ടായി. രാജകുമാരനെയും മന്ത്രിപുത്രനെയും കാണാനില്ലാത്തതിനാൽ പട്ടാളക്കാർ അന്വേഷണം ആരംഭിച്ചിരുന്നു. അങ്ങനെ പുരോഹിതന്മാർ താമസിക്കുന്ന കൂടാരത്തിൽ അവർ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. രാജാവിൻ്റെ മുമ്പിൽ പുരോഹിതന്മാരെയും സൽമാനെയും രാജകുമാരനെയും ഹാജരാക്കി. സൽമാനെയും രാജകുമാരനെയും ജയിലിലടക്കാനും പുരോഹിതന്മാരെ നാടുകടത്തിവിടാനും കോടതി വിധി വന്നു. നാടുകടത്തുമെന്നുറപ്പായപ്പോൾ, ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നുറപ്പായപ്പോൾ സൽമാനുൽ ഫാരിസി അവരുടെ വലിയ പുരോഹിതൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ എവിടെ വന്നാലാണ് നിങ്ങളെ കാണാൻ കഴിയുക? അയാൾ പറഞ്ഞു, ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരികയാണെങ്കിൽ മൗസിൽ എന്ന പേരായ ഒരു പ്രദേശത്തെയാണ് ഞങ്ങൾ പോവുക, അവിടെ താമസിക്കുന്നുണ്ടാകും. കുറേ കാലം ജയിലിൽ കഴിഞ്ഞു. രാജകുമാരൻ പഴയ അഗ്നി ആരാധനയിലേക്ക് മടങ്ങിപ്പോയി. സൽമാൻ ഏകദൈവ വിശ്വാസിയായി ജയിലിൽ തന്നെ കഴിഞ്ഞു. നല്ല നടപ്പ് കാരണം ജയിലിൻ്റെ വാർഡന്, പാറാവുകാരന് സൽമാനോട് അനുകമ്പ തോന്നുകയും ഒരു ദിവസം രാത്രിയിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട സൽമാൻ മൗസിൽ എന്ന് പറയുന്ന സ്ഥലം അന്വേഷിച്ചു കൊണ്ടുപോയി.